നിന്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണനു? അവളുടെ കൂട്ടുകാരി സംശയത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു. ആദ്യയെ കാണണം. എത്ര കാല് പിടിച്ചിട്ടാണെങ്കിലും മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും അവൻ എന്നോടുള്ള ദേഷ്യം മാറ്റിയെടുക്കണം. അനാമിക മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. അതിന് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ പറയുന്നത് പോലെ അതത്ര എളുപ്പമാണോ? അവൾ വീണ്ടും സംശയത്തോടെ അനാമികയോട് ചോദിച്ചു. അല്ല, ആ കാര്യം ഒട്ടും എളുപ്പമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കയറി പറ്റിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം നായ നക്കിയതുപോലെയാകും. എനിക്കത് ഓർക്കാൻ കൂടി പറ്റില്ല ഷെലിൻ. അനാമിക ഒരുതരം മാനസികാവസ്ഥയോടുകൂടി അവളോട് പറഞ്ഞു. ഓഫീസിൽ പരക്കെ ഒരു സംസാരമുണ്ട്. അത് സത്യാണോന്ന് എനിക്കറിയില്ല. ഷെലിൻ പറഞ്ഞതും അവൾ സംശയത്തോടെ ഷെലിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ അറിഞ്ഞോ ഒരു പെൺകുട്ടി അയാളുടെ സെക്രട്ടറി ആയിട്ട് ഓഫീസിലേക്ക് വന്ന കാര്യം? ഷെലിൻ പറഞ്ഞതും അവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഷെലിൻ പറഞ്ഞുകൊണ്ട് എല്ലാ സംഭവങ്ങളും അവളോട് വിവരിച്ചു. അപ്പോൾ അവർ തമ്മിൽ റിലേഷനിലാണെന്നാണോ നീ പറയുന്നത്? ആദിക്ക് പെണ്ണിനോടുള്ള വെറുപ്പൊക്കെ മാറിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ചോദിച്ചു. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതൊക്കെ അവിടെയുള്ള സ്റ്റാഫുകളുടെ ഊഹാപോഹങ്ങളാണ്. എന്തായാലും അയാൻ സാറിന് നല്ല മാറ്റമുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. ആ മാറ്റത്തിൻ്റെ പിന്നിൽ ഈ പെൺകുട്ടിയാണോ എന്ന് മാത്രം ഇനി അന്വേഷിക്കേണ്ടത്. ഷെലിൻ പറഞ്ഞതും അനു എന്തോ ആലോചനയോടുകൂടെ അവിടെ നിന്നു. ഓഫീസിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നത്. ആരാണെന്നുള്ള സംശയത്തോടെ കോൾ എടുത്തതും അയാൻ സാർ എന്നാണ് അവൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞത്. ആമിക്കിനി എന്തേലും ആയിരിക്കുമോ എന്നുള്ള ഭയത്തോടെ പെട്ടെന്ന് തന്നെ ഫെലിക്സ് കോൾ അറ്റൻഡ് ചെയ്തു. ഫ്രീ ആണോ ഫെലിക്സ്? അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ സർ, എന്താ കാര്യം? ആമിക്ക് എന്തെങ്കിലും? അവളിന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ആവലാതിയോടുകൂടി അവനോട് പറഞ്ഞു. ഏയ്, താൻ പേടിക്കാതെ. ആമിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവില്ല. തന്നെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നാളെ വെള്ളിയാഴ്ചയല്ലേ? താൻ ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ? അവൻ ചോദിച്ചതും ഫെലിക്സ് സംശയത്തോടെ നെറ്റി ചുളിച്ചു. എന്താ സർ കാര്യം? എന്തെങ്കിലും അർജൻറ്റാണോ? അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. താൻ പേടിക്കാൻ മാത്രം ഒന്നുമില്ലടോ. എല്ലാം നേരിട്ട് കാണുമ്പോൾ തന്നെ പറയാം. അവൻ പറഞ്ഞതും ഫെലിക്സ് ഒന്ന് മൂളി. പിന്നെ നമ്മൾ നാളെ മീറ്റ് ചെയ്യുന്ന കാര്യം ആമി തൽക്കാലം അറിയണ്ട. താനെല്ലാം അവളോട് പറയുന്നത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞതും ഫെലിക്സിന് സംശയം തോന്നി. ഇല്ല സർ, ഞാൻ പറയില്ല. അവൻ പറഞ്ഞതും ആദ്യം മൂളി. പ്ലേസ് സമയവും ഞാൻ തന്നെ വിളിച്ച് പറയാം. താൻ തൻ്റെ ഹോസ്റ്റലിൽ നിന്നാൽ മതി. ഞാൻ വന്ന് തന്നെ പിക്ക് ചെയ്തോളാം. ആദ്യം അവനോട് പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഫെലിക്സിൻ്റെ കോൾ കട്ടാക്കിയതും ആദിയുടെ ഫോൺ റിങ് ചെയ്തിരുന്നു. ആരിനെന്ന് കണ്ടതും അവൻ ചെറുചിരിയോടെ കോൾ എടുത്തു. എടാ, നാട്ടിൽ ചെന്ന പുതിയ ബന്ധങ്ങളൊക്കെ ആയപ്പോൾ നീ എന്നെ മറന്നു അല്ലേ? എടുത്ത പാടെ ആദ്യം അവനോട് ചോദിച്ചു. എടാ, നിനക്കറിയാലോ പെട്ടെന്നൊരു കല്യാണം നടത്തിക്കൂടാൻ പെടുന്ന പാട്. ഇവിടെ വന്ന് എല്ലാത്തിലും പുറകിൽ ഓടാൻ ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. ആര്യൻ അവനോട് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാടാ. ഞാനും കുറച്ച് തിരക്കിൽ അകപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്. എന്തൊക്കെയുണ്ടടാ അവിടെ വിശേഷം? ആര്യൻ സംശയത്തോടെ ചോദിച്ചു. ഇവിടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ മോനെ ആര്യ. നീ കെട്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോനെ, മഞ്ഞുരുക്കി തുടങ്ങിയോ? ടോം ആൻഡ് ജെറി കളിച്ച അവസാനം ടോം ജെറിയുടെ കാലി വീണോ? ആര്യൻ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. അത് നിനക്കെങ്ങനെ എത്ര കൃത്യമായിട്ട് മനസ്സിലായി? അത് മനസ്സിലാക്കാൻ എന്താ ഇപ്പോൾ ഉള്ളത്? കാള വാല് പൊക്കുമ്പോൾ നമുക്കറിയാം. അതിരിക്കട്ടെ, എന്തായി കാര്യം അത് പറ. ആര്യൻ അവനോട് ചോദിച്ചതും അവനുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം അവൻ മൂളിക്കേട്ടു. അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ അച്ഛൻ്റെ മോളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്നാലും അവരവളെ കൊല്ലാൻ നോക്കിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അവരെന്ത് ദുഷ്ടരായിട്ടായിരിക്കണം? നിസ്സാര കാര്യത്തിന് ആരാണെന്ന് പോലും അറിയാത്തൊരു കുട്ടിയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാട് ചെയ്തത്? ആര്യൻ ദേഷ്യത്തോട് ചോദിച്ചു. അതാണ്, ഞങ്ങൾക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു വീട് പോലെയല്ലേ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്? ആദ്യം പറഞ്ഞു. എന്നിട്ട് പ്രിയയുടെ അമ്മയോ? അവരിപ്പോൾ ഇവിടെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലാണെന്ന് അറിഞ്ഞത്. അതിരിക്കട്ടെ, നിന്റെ പെണ്ണെന്ത് പറയുന്നു? നിന്റെ ഭാവി വധു? ആദ്യം അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് അങ്ങോട്ട് വരും. വന്നിട്ട് നമുക്ക് കാണാം. എടാ, 16th, അതായത് ഈ സൺഡേ അല്ലേ നിങ്ങളുടെ മാരേജ്? എന്നിട്ട് ഒരാഴ്ച പോലും വീട്ടിൽ നിൽക്കാതെ ഇങ്ങോട്ട് വരുവാണോ? ആദ്യം സംശയത്തോട് ചോദിച്ചു. ഓ, ഇവിടെ നിന്നിട്ടിപ്പോൾ എന്താടാ കാര്യം? കുറേ വിരുന്ന് കഴിക്കാന്നല്ലാതെ. ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത ആഴ്ച വരുന്നത്. വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ആര്യൻ പറഞ്ഞതും ആദ്യം അതിന് ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവൻ തൻ്റെ അടുത്ത ക്യാബിനിലിരിക്കുന്ന ആമിയെ നോക്കി. അവൾ എന്തൊക്കെയോ തിരക്കിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവൻ ആമിയെ തന്നെ നോക്കിയിരുന്നു. നീ എന്നിൽ എന്ത് മായാജാലമാണ് കാണിച്ചത് പെണ്ണെ? എന്നെ ഇത്രയും അടിമപ്പെടുത്താൻ വേണ്ടി നീ എന്താണ് ചെയ്തത് ആമി? ഒരിക്കൽ എൻ്റെ മനസ്സിനെ കല്ലാക്കിയത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ആ കല്ല് മാറ്റി അവിടെ മഞ്ഞ് പെയ്പ്പിച്ചതും നീ എന്ന പെണ്ണാണ്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു, ഇനി ഈ ആദിയുടെ ലൈഫിൽ ഒരു പെണ്ണേ ഉള്ളൂ.
അത് നീയാ, നീ മാത്രം. നിന്നെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആദിയുടെ ലൈഫിൽ ഇനിയൊരു പെണ്ണുണ്ടാകില്ല. അവൻ പുഞ്ചിരിയോടെയും എന്തോ ഓർത്ത ചെറു വിഷമത്തോടെയും സ്വയം പറഞ്ഞു. പിന്നെ അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സ്റ്റാഫുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ തൻ്റെ ഫുഡുമായി ചെന്നു. എല്ലാവരും അവളെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു. അവളും ചിരിച്ചു. ഇരിക്കും മാഡം. ഒരു പെൺകുട്ടി കുറച്ച് നീങ്ങിയിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞതും അവൾ അവിടേക്കിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു യു മാഡം. അതിലൊരു ആൺകുട്ടി അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. ഞങ്ങളുടെ അയൻ സാറിനെ മാറ്റിയെടുത്തത് മാഡം അല്ലേ? ആമയ മാഡം വന്നതിന് ശേഷമാണ് സാർ ആകെ മാറിയത്. ഇപ്പം സാർ പഴയതുപോലെയൊന്നുമല്ല. അത് മാത്രമാണോ? ഇപ്പം ഫുഡിൻ്റെ കാര്യം തന്നെ. നേരത്തെ ആണെങ്കിൽ 1:30 എന്നൊരു ടൈം ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് തീർക്കണമെന്നായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. 5-10 മിനിറ്റ് താമസിച്ചാലും സാർ ഒന്നും പറയില്ല. അത്രമാത്രം മാറ്റമായി സാറിന്, അവൻ പറഞ്ഞു. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഞാൻ ആരെയും മാറ്റിയെടുത്തിട്ടില്ല. അങ്ങനെ പെട്ടെന്നൊരാളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയൻ സാർ മാറിയിട്ടുണ്ടെങ്കിൽ അത് സാർ സ്വയം തീരുമാനിച്ചതുകൊണ്ടാ. അതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൾ എല്ലാവരോടുമായി പറഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട മാഡം. ക്രെഡിറ്റ് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ മേഡത്തിനൊപ്പം ആ മീറ്റിങ്ങിന് വന്നതിന് ശേഷമാണ് സാറിന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അതിലൊരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. ആമി, പെട്ടെന്ന് ആദ്യം അങ്ങോട്ട് വന്ന് വിളിച്ചതും അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും കഴിച്ചുകൊണ്ടിരുന്ന സ്റ്റാഫുകളെല്ലാം അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ഏയ് സിറ്റ് സിറ്റ്. എല്ലാവരും എഴുന്നേൽക്കുന്നത് കണ്ട് അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് തന്നെ ഇരുന്നു. ആമി, അവനവളെ വിളിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കഴിച്ചു തുടങ്ങിയോ? അവനവളുടെ പാത്രത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല സർ. ആമി അവനെ നോക്കി തിരികെ മറുപടി പറഞ്ഞു. എങ്കിൽ ഫുഡുമായിട്ട് എൻ്റെ ക്യാബിനിലേക്ക് വാ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. എന്നാൽ അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ അവളെ നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ചെല്ലു മാഡം, സാർ വിളിച്ചിട്ട് പോയത് കേട്ടില്ലേ? അതിലൊരു ആൺകുട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ ഫുഡും എടുത്ത് അവൻ്റെ ഒപ്പം ചെന്നു. ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞില്ലേ അയാൻ സാറിൻ്റെ മനസ്സിൽ ആമിയ മാഡം കയറി കൊളുത്തിയിട്ടുണ്ടെന്ന്. അതിലൊരാൾ പറഞ്ഞതും അവർക്ക് എല്ലാവർക്കും ആദിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ട് സംശയം തോന്നിയിരുന്നു. അവൾ ഫുഡുമായി അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. സർ വാ, അവൻ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി. അവൻ്റെ ടേബിളിൻ്റെ പുറത്ത് ഒരു കവറുണ്ടായിരുന്നു. ഇരിക്കെ, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുൻപിലുണ്ടായിരുന്ന കസേരയിലേക്കിരുന്നു. അവൻ ആ കവർ അവൾക്ക് നേരെ നീട്ടി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇത് തനിക്കുള്ള ഫുഡാണ്, തുറന്നു നോക്ക്, അവൻ അവളെ നോക്കി പറഞ്ഞു. സർ, എനിക്ക് ഫുഡുണ്ട്, അവൾ അവനെ നോക്കി തിരികെ പറഞ്ഞു. അതെനിക്കറിയാം, ഇത് തനിക്ക് വേണ്ടി അമ്മ തന്നുവിട്ടതാ, താൻ നോക്ക്, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അത് തുറന്നു നോക്കി. അതൊരു പൊതിച്ചോറായിരുന്നു. അത് കണ്ടതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. താനല്ലേ പോകുന്നതിൻ്റെ അന്ന് അമ്മയോട് പറഞ്ഞത് പൊതിച്ചോറ് കഴിക്കാൻ കൊതിയാവുന്നു? അതുകൊണ്ട് അമ്മ തനിക്ക് വേണ്ടി തന്നുവിട്ടതാ, കഴിച്ചോ, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് അവൾ അവരോട് പറഞ്ഞത് അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. ശരിയാണ്, താൻ അമ്മയോട് അങ്ങനെ പറഞ്ഞിരുന്നു. പിറ്റേന്ന് പൊതിച്ചോറുണ്ടാക്കി തരാമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അപ്പോഴങ്ങനെയൊക്കെ സംഭവിച്ചതും താൻ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോയതുമെന്ന് അവൾ ഓർത്തു. അത് സാറിന്, അവൾ സംശയത്തോടെ ചോദിച്ചു. എനിക്കും അമ്മ തന്നു വിട്ടിട്ടുണ്ട്, അതും പറഞ്ഞ് അവൻ മറ്റൊരു പൊതി കൂടി എടുത്തു. കഴിക്ക്, അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ടത് കഴിക്കാൻ തുടങ്ങി. ആദ്യം അവൾ കഴിക്കുന്നതും നോക്കി അവിടെ ഇരുന്നു. അവനും അവളുടെ ഒപ്പം തന്നെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? തനിക്ക് ഇഷ്ടപ്പെട്ടോ? അവൾ കഴിച്ച് അവസാനിപ്പിച്ചതും അവൻ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാ ഓരോ കറികളും. അമ്മയോട് എൻ്റെ താങ്ക്സ് പറഞ്ഞേക്കണേ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറയില്ല, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ കയ്യിൽ അമ്മയുടെ നമ്പർ ഉണ്ടല്ലോ, വൈകിട്ട് താൻ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. വൈകിട്ടും ആമിയും സാന്ദ്രയും തിരികെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കിയത് അവനായിരുന്നു. ആമി, അവൾ ഡോറ് തുറന്ന് ഇറങ്ങാൻ പോയതും അവൻ അവളെ വിളിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. താങ്ക് യു, അവൻ പറഞ്ഞതും അവൾ എന്തിനാണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്നെ പഴയ ആദ്യമാക്കി മാറ്റിയതിന്. അതിന് കാരണക്കാരി താനല്ല എന്ന് എത്ര തവണ എന്നോട് പറഞ്ഞാലും എൻ്റെ മനസ്സിനും എനിക്കും നന്നായിട്ടറിയാം താൻ കാരണമാണ് എന്നിലൊരു മാറ്റമുണ്ടായതെന്ന്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. അവനെ നോക്കി ചെറു പുഞ്ചിരിയോടെ അവൾ പുറത്തേക്കിറങ്ങി. നാളെ താൻ ഫ്രീ ആണോ? അവൾ പുറത്തേക്കിറങ്ങി അവനെ നോക്കിയതും അവൻ സംശയത്തോടെ ചോദിച്ചു. നാളെ ഓഫീസ് ഓഫല്ലേ? അവളും തിരികെ പറഞ്ഞു. ഈവനിങ് എൻ്റെ കൂടെ വരാവോ? നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം, ഒരു ടീ കുടിക്കാം. എൻ്റെ വീട്ടിലേക്ക് ചെന്ന് അപ്പുവിനെയും അമ്മയൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ തിരികെ കൊണ്ടാക്കാം. തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പറഞ്ഞതും അവളുടെ മനസ്സിൽ കൂടി അപ്പുവിൻ്റെ മുഖം കടന്നുപോയി. അവളെ ഒന്ന് കാണണമെന്ന് ആമിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. വരുന്നതിൻ്റെ തലേന്ന് കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടതിൽ അവൾക്ക് നല്ലതുപോലെ വിഷമവും കുറ്റബോധവും ഉണ്ടായിരുന്നു. ഞാൻ വരാം, അപ്പുവിനെ അമ്മയൊക്കെ ഒന്ന് കാണാലോ,
എപ്പോഴാണെന്ന് വെച്ചാൽ സാറ് വിളിച്ചാൽ മതി. അവൾ അത്രയും പറഞ്ഞതും ആദിക്കും വളരെ സന്തോഷമായി. അവൾ വരില്ല എന്നാണ് ആദി കരുതിയിരുന്നത്. എന്നാൽ അവളുടെ ഉത്തരം അവന് അധിക സന്തോഷമായിരുന്നു നൽകിയത്. അവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് കാർ എടുത്ത് അവിടെ നിന്നും പോയി. രാത്രിയിൽ ആദി ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ മുറിയിലേക്ക് കയറി അവനെ നോക്കി അശോക് സംശയത്തോടെ വിളിച്ചു. ആദി ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഏട്ടാ, എന്തോ പറയാനോ ചോദിക്കാനോ ഉള്ളതുപോലെയാണല്ലോ ഈ വരവ്. ആദി അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ നിനക്കിത്ര കൃത്യമായിട്ട് മനസ്സിലായി? അവനും സംശയത്തോടെ ചോദിച്ചു. ഇത് രണ്ടും അല്ലാതെ ഏട്ടൻ എൻ്റെ മുറിയിലേക്ക് വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. എന്താ കാര്യം? ലാപ്ടോപ്പ് മടക്കി വെച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും അവൻ എഴുന്നേറ്റു. എൻ്റെ വരവിൻ്റെ ഉദ്ദേശം നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒരു മുഖവരയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള സംശയം ചോദിച്ചു. ചിരിച്ചുകൊണ്ട് ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആദി അവനെ ഒന്ന് നോക്കി. നിനക്ക് ആമയോടുള്ള ഫീലിങ്സ് എന്താ? അശോക് ചോദിക്കുന്നത് കേട്ടവൻ നെറ്റിച്ചൊളിച്ചു. ഒന്നുമില്ല എന്നൊന്നും കള്ളം പറയാൻ നിൽക്കണ്ട. അവൻ്റെ നോട്ടം കണ്ട് അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് ആദി ചിരിച്ചു. അതിന് അവളോട് എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ലെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലല്ലോ. ഏട്ടൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് എൻ്റെ ഉത്തരം. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട്. താല്പര്യമുണ്ടെന്നല്ല, എൻ്റെ ലൈഫിലൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അവളോടൊപ്പം ആയിരിക്കും. അവൻ ചെറുപുഞ്ചിരിയോട് അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അശോക് ചിരിച്ചു. ഇപ്പോൾ ഡൗട്ടൊക്കെ മാറിയോ? ആദ്യം അവനെ നോക്കി ചിരിയോട് ചോദിച്ചു. അപ്പോൾ ചാന്ദിനി പറഞ്ഞത് ശരിയാ, പെണ്ണിനോട് വെറുപ്പുള്ള നിന്റെ മനസ്സിൽ ആമി കയറി കൊത്തിയല്ലേ? അശോക് ചിരിയോടെ പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. അതെ, എൻ്റെ മനസ്സ് മാറ്റിയെടുത്തത് അവളാണ്. അപ്പോൾ അവളെ തന്നെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടണമെന്ന് എനിക്ക് തോന്നി. വെറും 3 മാസം കൂടെ കഴിഞ്ഞ പയ്യനെ അവൾ ഇത്രത്തോളം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആമി എന്ന പെണ്ണിൻ്റെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ പണത്തിനും പ്രതാപത്തിനും ഒന്നുമല്ല പ്രാധാന്യം നൽകുന്നത്, മറിച്ച് സ്നേഹത്തിനും ബന്ധത്തിനുമാണ്. അതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യം അത് ഇവിടെയുള്ളവർ എങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. ഏട്ടനറിയാലോ, എൻ്റെ അനാമികയുടെ കാര്യം ഇവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഒളിഞ്ഞും തെളിഞ്ഞും എന്നോട് അവളെപ്പറ്റി പറഞ്ഞതാ. ഏട്ടത്തി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവളെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന്. പക്ഷെ അന്ന് എൻ്റെ കണ്ണിൽ അവൾ മാത്രമായിരുന്നു. എൻ്റെ നെഞ്ചിൽ അവൾക്ക് മാത്രമായിരുന്നു സ്ഥാനം. ഒരിക്കലും സ്വപ്നത്തെ പോലെ ഞാൻ കരുതിയിരുന്നില്ല അവൾ എന്നെ ചതിക്കുമെന്ന്. ആമി അവൾ ഒരിക്കലും അനാമികയെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ അവളെ കൂടെ കൂട്ടുന്നത് നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അവൾ ഒരുപക്ഷെ മുൻപൊരു വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ അവൻ പറഞ്ഞതും അശോക് ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ട് ആദ്യ സംശയത്തോടെ അവനെ നോക്കി. അവിടെ നിനക്ക് തെറ്റിയാതി. നീ അവളെ വിവാഹം കഴിക്കുന്നത് ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും. അമ്മയാണ് ഇങ്ങനൊരു ആഗ്രഹം എന്നോടും ചാന്ദിനിയോടും പറഞ്ഞത്. പക്ഷെ നിന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അശോക് പറഞ്ഞതും അവൻ സന്തോഷത്തോടെ ചിരിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല ആദി. നീ ഇപ്പോൾ പറഞ്ഞില്ലേ വെറും 3 മാസം മാത്രം കൂടെ കഴിഞ്ഞ ആ കുട്ടിയുടെ ഭർത്താവിനെ അവൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്. നിനക്കറിയാമെന്ന്. അങ്ങനെയുള്ള ആമി ഇനിയൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ സമ്മതിക്കുമോ? അതിനവൾക്ക് സാധിക്കുമോ? അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചതും ആ ഒരു ചോദ്യം ആദിയുടെ മനസ്സിലും ഒരു ചോദ്യചിഹ്നമായി മാറി.